കൃഷ്ണകൃപാസാഗരം. അമ്പാടിയിൽ നന്ദഗോപർക്ക് കണ്ണൻ എന്നു പേരായി പെരും കള്ളനായ ഒരു മകനുണ്ടെന്നും അവൻ്റെ ആശ്രിതനാണ് ശുപ്പാണ്ടി എന്നുമുള്ള അറിവ് വൃദ്ധയെ ചൊടിപ്പിക്കുന്നു. ഭഗവാന് നിവേദിക്കാനുള്ള കുല വാഴയിൽ തന്നെ നിർത്തി പഴുപ്പിച്ചതിൻ്റെ കാരണം വൃദ്ധ പറഞ്ഞു. വാഴയിൽ നിർത്തി പഴുപ്പിക്കുന്ന പഴത്തിന് സ്വാദേറും. അത് ഭഗവാനേറെ പഥ്യവും. ഭഗവാന് സങ്കൽപ്പിച്ച പഴം വാഴയിൽ തന്നെ ഉണ്ടാവും എന്നറിയിച്ച് കണ്ണൻ അവരെ വാഴച്ചോട്ടിലേക്ക് കൂട്ടി. വാഴയിൽ നിൽക്കുന്ന പഴവും നിലത്ത് കിടക്കുന്ന പഴത്തൊലിയും വൃദ്ധയെ സ്തബ്ധയാക്കി. താൻ വെറും ഒരു വിഷ്ണുഭക്തനെന്നറിയിച്ച് വൃദ്ധയെ അനുഗ്രഹിച്ച ശേഷം കണ്ണനും കൂട്ടരും മറയുന്നു. സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് തൻ്റെ മുന്നിൽ ഇതുവരെയും ഉണ്ടായിരുന്നതെന്ന് വൃദ്ധ മനസ്സിലാക്കി. അവർ ഭക്തിയിൽ ലയിച്ചു. മാറിൽ മയിൽപ്പീലി തണ്ടും വെച്ചുറങ്ങുന്ന രാധയെ കപില ശകാരിച്ചു. രാധ കണ്ണൻ്റെ കുഴൽവിളി കേട്ടുണരുന്നു. കണ്ണൻ്റെ മുരളീരവത്തിന് രാധ മൂകയായി കാതുകൊടുക്കുന്നതും കപിലയ്ക്ക് അസഹനീയമായിരുന്നു. അറിയപ്പെടാത്ത ഒരാത്മബന്ധത്തിൻ്റെ തുടക്കം എന്ന് വൃഷഭാനു മറുപടിയായി മൊഴിഞ്ഞു. സാക്ഷാൽ വിഷ്ണുനാരായണനെയാണ് അമ്പാടിക്കണ്ണൻ്റെ രൂപത്തിൽ നീ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജ്ജന്മ സുഹൃതം. ആചാര്യരെ, ഈയുള്ളവൻ കോടി പുണ്യം ചെയ്തവനാണെന്ന് നാരദ മഹർഷി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ സാധുവിന് നിത്യവും ഭഗവത് ദർശനം സാധ്യമാവുന്നുണ്ടല്ലോ. ഈശ്വരോ രക്ഷ. നീ പുണ്യവാനാണെന്ന് ദേവർഷി പറഞ്ഞതിൻ്റെ പൊരുൾ അതുമാത്രമല്ല. നിന്റെ ഭാര്യയായിരുന്ന കലാവതി എന്ന കീർത്തി പ്രസവിച്ച മകളാണ് രാധ, സന്ദേഹമില്ല. പക്ഷേ രാധ ആരാണെന്ന സത്യം നിന്നെ അറിയിക്കേണ്ട ദൗത്യം വിധാതാവ് നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദേവമാമുനി നാരദനാൽ രാധ എന്ന് നാമകരണം ചെയ്യപ്പെട്ട നിന്റെ മകൾ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അവതാരമാണ്. ആചാര്യരെ, അതേ വൃഷഭാനു, വിരാട് പുരുഷന്റെ അവതാര ഉദ്ദേശ്യങ്ങൾ പൂർണ്ണമാക്കാൻ ലക്ഷ്മി രാധയായി വന്ന് അവതരിച്ചിരിക്കുന്നു. രാധയുമൊത്ത് പ്രപഞ്ചലീലകളാടാൻ ഉണ്ണിക്കണ്ണൻ മാധവനായും വന്നിരിക്കുന്നു. ഇനി വൃന്ദാവനത്തിൽ രാധാമാധവ യുഗമായിരിക്കും. വൃഷഭാനു, ഈ രഹസ്യം നീ ആരോടും പറയരുത്. ഇല്ല. രാധ ആരാണെന്ന സത്യം നീ പലപ്പോഴും മറന്നുപോകും. ചില സന്ദർഭങ്ങളിൽ ഓർക്കുകയും ചെയ്യും. അതാണ് പ്രപഞ്ചമായ. അച്ഛാ, ഉറക്കത്തിൽ ഞാൻ കണ്ണനെ സ്വപ്നം കണ്ടു. ഓടക്കുഴൽ വിളിയും കേട്ടു. എന്താണച്ചാ ഇങ്ങനെ നോക്കുന്നത്? അച്ഛന് മോളെ എത്ര കണ്ടാലും മതി വരില്ല. മോള് അച്ഛൻ്റെ ജീവന്റെ ജീവനല്ലേ. അട്ടെ, സ്വപ്നത്തില് മോളോട് എന്തെങ്കിലും കണ്ണൻ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പറയണ്ടല്ലോ. പറയാനുള്ളതെല്ലാം കണ്ണന്റെ ചിരിയിലുണ്ടല്ലോ അച്ഛാ. കണ്ണൻ എവിടെ പോയതാ അച്ഛാ? കാലികളെ മേയ്ക്കാൻ പോയിരിക്കുക. എന്താ മോളെ? കണ്ണൻ വന്ന ദിവസം ഒന്ന് കണ്ടു. പിന്നെ കൂട്ടുകാരോടൊപ്പം ദൂരെ വെച്ചും കണ്ടു. കണ്ണനെ അടുത്തു നിന്നൊന്ന് കാണാൻ വല്ലാത്ത മോഹമുണ്ടച്ചാ. അതിനെന്താ, കാണാലോ. മോളെ കാണാനല്ലേ കണ്ണൻ വൃന്ദാവനത്തിലേക്ക് വന്നത് തന്നെ. എന്നിട്ടെന്താ കണ്ണൻ എന്നെ കാണാൻ വരാഞ്ഞത്? കളിക്കാനൊപ്പം കൂട്ടാഞ്ഞത്? അതിനൊക്കെ സമയമായി വരുന്നതല്ലേ ഉള്ളൂ. എല്ലാം നടക്കും. മോള് പോയിക്കോ. അച്ഛാ, ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ? ഇപ്പൊ പോണ്ട. സമയമാവുമ്പോ കണ്ണൻ വന്ന് വിളിക്കും. അപ്പൊ പോയാ മതി കേട്ടോ. കണ്ണൻ വന്ന് വിളിക്കോ?
വിളിക്കും. വിളിക്കണമല്ലോ. വിളിച്ചിരിക്കും. പ്രദ്യോത, അറിഞ്ഞില്ലേ? നമ്മുടെ അന്തകജന്മമെന്ന് നാം സംശയിക്കുന്ന അമ്പാടിയിലെ ഇടയബാലൻ ഭയന്നോടിയിരിക്കുകയാ. ഒറ്റയ്ക്കല്ല, അമ്പാടിവാസികൾ മുഴുവൻ. നന്ദഗോപരുടെ നേതൃത്വത്തിൽ അജ്ഞാത മായാവികളുടെ ശല്യം ഭയന്നൊരു പലായനം. നമ്മുടെ തന്ത്രം ഫലിച്ചു. ആരാണ് മായാവികളായ അസുരജാലത്തെ ഘോരരൂപികളായി അയക്കുന്നതെന്ന് ഇതുവരെ ഗോപന്മാർക്ക് മനസ്സിലായിട്ടില്ല. ഇനിയൊട്ടും മനസ്സിലാവുകയുമില്ല. ഇനിയാണ് നമ്മുടെ അസുരപ്പടയുടെ ആക്രമണത്തിന്റെ ഗാംഭീര്യം അവർ ശരിക്കും അറിയാൻ പോകുന്നത്. നമുക്കിന്നോളം നഷ്ടപ്പെട്ടത് മൂവർ, പൂതന, ശകടൻ, തൃണാവർത്തൻ. പക്ഷേ ആ ഗോപബാലനും കൂട്ടർക്കും നഷ്ടപ്പെട്ടതോ സ്വന്തം ദേശം, ജനിച്ചു വളർന്ന മണ്ണ്. കാളിന്തി തീരത്തെ വൃന്ദാവനമാണത്രേ പുതിയ വാസസ്ഥലം. നന്നായി. തുറസായ കാനനദേശം. നമ്മുടെ മനസ്സിൽ അതിപ്പോ യുദ്ധഭൂമിയാണ്. ഘോരഭീകര രൂപികളായ അസുരമായാവികൾക്ക് ഗഗനമാർഗം പറന്നിറങ്ങാൻ പറ്റിയ ഒരു പടക്കളം. പ്രദ്യോത, ആജ്ഞാപിച്ചാലും പ്രഭു. ആരാവും അടുത്ത ഊഴത്തിന് അനുയോജ്യനായ ദൈത്യൻ? മഹാരാജൻ, ആ ഉണ്ണിയും കൂട്ടരും കാലികളെ മേച്ച് കാളിന്തി തീരത്ത് ചുറ്റിക്കറങ്ങാനാണ് സാധ്യത. ഗോക്കളുടെ സൈന്യത്തെ നയിക്കുന്ന സേനാപതിയാണ് അവനെന്നാണല്ലോ ശ്രുതി. ആ സേനാപതിയെ സൈന്യത്തിൽ ഒരുവനും വധിച്ചാലോ? തന്ത്രം അതിഗംഭീരം. ഭടൻ സേനാപതിയെ വധിക്കുക. പ്രദ്യോത, ഗോരൂപം ധരിച്ച് ഗോപാലബാലനെ വധിക്കാൻ അപ്പോൾ ആരാവും നന്ന്? കംസമഹാരാജൻ നീണാൾ വാഴട്ടെ. വത്സാസുര, വൃന്ദാവനത്തിലേക്ക് ചെന്നാലും കംസശത്രുവിനെ മാത്രമല്ല നിഗ്രഹിക്കാൻ പോകുന്നതെന്ന ഓർമ്മയുണ്ടാവണം മനസ്സിൽ. നിന്റെ സോദര തുല്യരായ അസുരശ്രേഷ്ഠന്മാരെ ആരെയൊക്കെ കൊന്നൊടുക്കിയെന്നറിയാമല്ലോ. അറിയാം. ആ മായാപാലൻ മണ്ണിൽ വീഴ്ത്തിയ അസുരരക്തത്തിന് കണക്ക് പറഞ്ഞ് തീർത്ത് അവന്റെ ജഡവുമായി അടിയൻ വരും. തിരുമുമ്പിൽ അത് കാഴ്ചവെക്കും. അനുഗ്രഹിച്ചാലും പ്രഭു. വിജയീ ഭവ. ബാലലീലകളാൽ മാലോകരുടെ മനം നിറച്ച ഭഗവാന് ഇനി അസുരനിഗ്രഹ ലീലയാടാൻ ഒരിര. നാരായണ. എന്താ കണ്ണ? ആ പൈക്കിടവനെ നോക്കിയേ. അത് നമ്മുടെ ഗോക്കളുടെ കൂട്ടത്തിലുള്ള പൈക്കിടാവല്ലോ. അല്ല, അത് പൈക്കിടാമിന്റെ രൂപം പൂണ്ടുവരുന്ന ഒരസുരനാണ്, വത്സാസുരൻ. ബാതുലനായ കംസൻ എന്നെ കൊല്ലാനായി അയച്ചിരിക്കുന്ന വത്സാസുരൻ. വത്സാസുരന്റെ സമയമായോ കണ്ണ? സമയമായി കഴിഞ്ഞു.
നേരമായി ഒരു പൈക്കിടാവ് ഒറ്റ തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന കണ്ടു. അത് ഭീകരരൂപിയായ രാക്ഷസനാണെന്ന് നമ്മളുണ്ടോ അറിയുന്നു? കണ്ണനെ കൊല്ലാൻ രാക്ഷസന്മാർ വൃന്ദാവനത്തിലും വന്നു തുടങ്ങിയിരിക്കുന്നു. വളരെ സൂക്ഷിക്കണം കണ്ണ. ഭയക്കണ്ട കൂട്ടരെ, എന്നെ കൊല്ലാൻ അസുരന്മാർ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അവരെ നിഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. എന്നെ വണങ്ങാൻ ഭക്തന്മാർ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കണ്ണ. എന്തായാലും ഈ രാക്ഷസന്റെ മരണം നമുക്കൊന്ന് ആഘോഷിക്കേണ്ട ശുഭാണ്ടിയെ. അതെ, നമുക്ക് ആനന്ദത്തിൽ ആറാടാം. സദ്യോത, ഇനി ഈ വാൾത്തലപ്പിൽ ഒടുങ്ങും അവൻ. പ്രഭോ, അത് അങ്ങ് തൽക്കാലം വികാരധീരനാകരുത്. ഇരുളവും പറയുന്നത്. ഇനി എന്താണ് പറയാനുള്ളത്? നഷ്ടപ്പെട്ടില്ലേ നമുക്ക് വത്സാസുരനെ? കരുത്തന്മാരെ ഓരോരുത്തരെ വധത്തിലേക്ക് തള്ളിവിടാൻ ഇനി നമുക്ക് വയ്യ പ്രദ്യോത. അങ്ങ് സമാധാനിച്ചാലും ഇനിയുമുണ്ടല്ലോ വീരദൈത്യന്മാർ നമ്മോടൊപ്പം. എന്തിന്? പ്രച്ഛന്ന വേഷങ്ങളാടി സ്വയം മരണം ഏറ്റുവാങ്ങാനോ? അതോ അന്തക ബാലകന്റെ വീരഗാഥകൾക്ക് പൊലിമ കൂട്ടാനോ? വേണ്ട, നാം തന്നെ ചെല്ലാം. നേരിട്ട് ചെന്ന് തൂക്കിയെടുത്ത് ഗളച്ഛേദം ചെയ്ത് കാളന്തിയിലെറിയാം. വേണ്ട പ്രഭു, വിരലോളം പോകുന്നൊരു ബാലകനെ എതിർക്കാൻ മലയോളം പോകുന്ന കരുത്തെന്തിന്? പ്രഭു, ഈയുള്ളവൾക്ക് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അങ്ങ് എത്രയോ കാലമായി മുടക്കിയിരിക്കുന്ന ശിവഭജനം അതിലഭയം പ്രാപിക്കണം. ത്രിശൂലഹസ്തനായ പരമേശ്വരൻ അന്ധകാന്തകനല്ലേ, കടാക്ഷിക്കും, ശത്രുവിനാശം വരുത്തും. കടന്നു പോകുന്നുണ്ടോ? ഭജനം, ജപധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ, അവയല്ല കംസരക്ഷയ്ക്കുള്ള മാർഗങ്ങൾ. ഭക്താഗ്രണിയാകേണ്ടവനല്ല, ധീരോദാര വീരനാകേണ്ടവനാണ് കംസൻ. നമ്മുടെ യജ്ഞങ്ങൾ, യുദ്ധങ്ങൾ, ജപധ്യാനങ്ങൾ, കൽപ്പനകൾ, നാം ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് മഹാവിഷ്ണുവിനോടാണ്. ആ മഹായജ്ഞത്തിൽ ആഹൂതി ചെയ്യപ്പെടുന്നത് അസുര രക്തമാണ്. നമോവാകം മഹാരാജൻ. വത്സാസുരനും പോയി അല്ലേ? അങ്ങെന്തിനാണ് ഇനിയും അസുരവീരന്മാരെ ഹോമിക്കുന്നത് പ്രഭു? നേരിട്ട് കൊല്ലാൻ ഇറങ്ങിയപ്പോ പാപഭാരങ്ങളുടെ ഭണ്ഡാരക്കെട്ടഴിച്ച് മാർഗം തടഞ്ഞത് അങ്ങ് തന്നെയല്ലേ? നമ്മിൽ നരകജീവിത ഭീതി നിറച്ചതും അങ്ങ്. ഇപ്പോ മറ്റൊരു മാർഗം സ്വീകരിച്ചപ്പോ അതിനും വിലക്കോ? രാജഗുരു, രാജ്യരക്ഷയ്ക്ക് മാത്രമല്ല രാജരക്ഷയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകേണ്ടവനാണ് രാജഗുരു. ഒരു യഥാർത്ഥ ഭക്തന് ഈശ്വരനെ എപ്പോൾ എവിടെ വേണമെങ്കിലും ദർശിക്കാം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും. വിളിക്കേണ്ട സമയമാകുമ്പോൾ വിരാട് പുരുഷന്റെ വിളി ഉണ്ടാവുക തന്നെ ചെയ്യും. ആരാധിക്കാനും അതുപോലെ അന്ത്യം കുറിക്കാനും ഭഗവദന്തക കാര്യാർത്ഥം ദാനവർ വരും. ഭഗവാൻ നിഗ്രഹിക്കും. ഭഗവത് പാദ പൂജാർത്ഥം ഭക്തർ വരും. ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. സംഭവാമി യുഗേ യുഗേ.